ഹായ്, വീണ്ടും കോഡിംഗ് നെറ്റിൻ്റെ വീഡിയോയിൽ സ്വാഗതം. നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് പുതിയ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അഡ്മിൻ സൈഡിലേക്ക് വേണ്ടി കൺട്രോളർ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ ഫ്രണ്ട് എൻഡിന് വേണ്ടി വേറെ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആ ഒരു കൺട്രോളർ വെൽക്കം ആണ്. ഇപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പേജാണ് കിട്ടുന്നത്. അത് വെൽക്കം ആണ് അതിൻ്റെ ഡീഫോൾട്ട് കൺട്രോളർ. നമുക്ക് ആദ്യം പുതിയൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ട ഞാൻ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ കോപ്പി ചെയ്യുക. കൺട്രോൾ C അടിച്ച് കോപ്പി ചെയ്തു, കൺട്രോൾ V പേസ്റ്റ് ചെയ്തു. പുതിയൊരു കോപ്പി ക്രിയേറ്റ് ആയി. ഇതിൻ്റെ പേര് മാറ്റുകയാണ്. പേര് മാറ്റിയിട്ട് അതിന് പോസ്റ്റിന് കൊടുക്കാം. നമുക്ക് പോസ്റ്റ് കൺട്രോളർ. ഫ്രണ്ട് എൻഡിൽ നമുക്ക് പോസ്റ്റല്ല കാണിക്കേണ്ടത്, ബ്ലോക്ക് പോസ്റ്റിലാണ്. പോസ്റ്റിന് കൊടുക്കാം. അപ്പോൾ ഈ കൺട്രോളർ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ പേര് മാറ്റണം, പോസ്റ്റിന് കൊടുത്തു. ഇതിൽ രണ്ട് ഫംഗ്ഷനാണുള്ളത്. ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, പിന്നെ ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ട്. ഇൻഡെക്സ് ഫയൽ എന്ന് ഇപ്പോൾ നമ്മൾ പോസ്റ്റിന് എടുത്താൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ കിട്ടാൻ പോകുന്നത് സെയിം പേജ് തന്നെയാണ്, ഹോം പേജ് തന്നെയാണ്. കോപ്പി ചെയ്തുകൊണ്ട് കിട്ടണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ കിട്ടണം എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോസ്റ്റ് കൊടുക്കുക. നമുക്കത് തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഹോം പേജാണ് നമുക്ക് ഇവിടെ കിട്ടുക. നമുക്ക് ഇനി ബാക്കി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഹോം പേജ് ഓപ്പൺ ചെയ്യുക. ഹോം പേജ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിൽ നോക്കുക, ഇതെല്ലാം അതായത് ഇതിൻ്റെ ഈ ഭാഗം ഹെഡറാണ്. കുറേ ഭാഗങ്ങൾ ഇതുവരെയുള്ള ഹെഡറാണ്. ഈ മെയിൻ റാപ്പർ വരെയുള്ള ഭാഗങ്ങളൊക്കെ ഹെഡറാണ്. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗം ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ ഇൻസ്പെക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഹെഡർ ഭാഗം ഏതാണ്. അല്ലേ, ഇവിടെ നോക്കി റാപ്പർ ഇതാണ്, ഇതുവരെയാണ് ഈ ഭാഗമുള്ളത്. ഈ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന സെൻറ്റർ പോർഷനാണ്. അപ്പോൾ ഇതുവരെയുള്ള, അപ്പോൾ ഇതുവരെ നമ്മൾ കോപ്പി ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പോകണം. ഹെഡർ, ഫൂട്ടർ, പിന്നെ മെയിൻ കണ്ടന്റ് അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഈ ഭാഗത്തിനെ മാത്രം ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. ഹോം പേജിൽ മാറ്റുകയാണെങ്കിൽ കോപ്പി ചെയ്തു. നമുക്കിവിടെ എന്ത് വേണം, ഒരു പുതിയൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. വ്യൂ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് എൻഡിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ, പോസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ വ്യൂ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ഫയൽ PHP. അതിൽ കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഹെഡർ .php ഹെഡറിന് കൊടുത്തു. .php ആണ് ഫയൽ. header.php ക്രിയേറ്റ് ചെയ്തു. നമ്മളല്ലാതെ പേസ്റ്റ് ചെയ്തു. ഇനി ചെയ്യാൻ നമുക്കൊരു ഫൂട്ടർ വേണം. ന്യൂ ഫയൽ footer.php. അതേപോലെ നമുക്കൊരു കണ്ടന്റ് ഫയലും വേണം. അതിനു വേണ്ടി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, content.php. 3 ഫയൽ കഴിച്ചു. നമ്മൾ ചെയ്തത് ആദ്യം ഹോമിൽ നിന്ന് മുകളിലുള്ള പോർഷൻ കോപ്പി ചെയ്തെടുത്തു. ഇതുവരെയാണ് കോപ്പി ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ ഈ സെക്ഷൻ ഇവിടുന്ന് തൊട്ട് നമുക്ക് ഈ ഇവിടെ മുഴുവൻ സെലക്ട് ചെയ്യുക. മെയിൻ റാപ്പർ ഇവിടെ കാണുന്നുണ്ട്, മെയിൻ റാപ്പർ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അതുവരെ കോപ്പി ചെയ്തെടുത്തു. കോപ്പി, അത് കണ്ടന്റിൽ കോപ്പി ചെയ്തു, സേവ് ചെയ്തു. ഇനി അവിടെ താഴേക്കുള്ള ഭാഗം, ഈ ഡിവ് തൊട്ട് ഇവിടെ താഴേക്കുള്ള ഭാഗം ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൂട്ടറിൽ കൊണ്ടിട്ടു. അപ്പോൾ ഇത് നമ്മൾ 3 പേജായിട്ട് മാറ്റി. ഇനി നമ്മൾ പോസ്റ്റ് കൺട്രോളറിൽ പോവുക. നമുക്കിവിടെ നമുക്ക് വ്യൂ വേണം അല്ലേ. ഹോം പേജാണ് അവിടെ വ്യൂ ഉള്ളത്. ഞാൻ ഇത് കോപ്പി ചെയ്യാൻ എടുക്കുന്നത്. നമുക്ക് വേണ്ട എന്താ, ഹെഡർ വേണം, ഇതിൽ കണ്ടന്റ് വേണം, പിന്നീട് വരെ കണ്ടന്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫൂട്ടറാണ്. ഇതെടുക്കുമ്പോൾ നമുക്ക് ഒരു എറർ കാണാം. ഈ ഫയൽ കാണാനില്ല എന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ വരുന്നതെന്നുള്ളത്. പോസ്റ്റ് ചെയ്തു, കണ്ടില്ല, ഫയൽ കാണാനില്ല. അതിന് കാരണം നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഒരു പുതിയൊരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആ ഫയൽ നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോൾഡറിൻ്റെ ആ പാത്തും കൂടി ഇവിടെ കൊടുക്കണം. ഇനി വേണ്ടത് ഇവിടെ ചെല്ലുക, നമ്മുടെ പോസ്റ്റിനാണ് ആ ഫോൾഡറിൻ്റെ പേര് കൊടുത്തത്. പോസ്റ്റ് ഹെഡർ, പോസ്റ്റ് കണ്ടന്റ്, പോസ്റ്റ് ഫൂട്ടർ. നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നോക്കാൻ എന്താണ് കിട്ടുന്നത് നോക്കാം. റിഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്കവിടെ ആ പേജ് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ പുതിയൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിലൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഷോ. ഇതിലൊരു ഹെഡർ വന്നു. ഈ കണ്ടന്റ് പാർട്ടിനെ മാത്രം നമുക്ക്, ഈ കണ്ടന്റ് നമുക്ക് ഇതല്ല വേണ്ടത്, വേറെ എന്തെങ്കിലും കണ്ടന്റ് ആണ് വേണ്ടത് നോക്കിയാണെങ്കിൽ നമ്മളൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ show.php എന്ന് കൊടുത്ത പേജിന്
ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഷോ പേജ്, ഷോ എന്ന് മാത്രം, ഷോ പേജ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് നമുക്ക് ഈ. അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കേണ്ടത് ഷോ എന്നാണ് കൊടുത്തിരിക്കണേ. ഹെഡർ സെറ്റ് ചെയ്തു, കണ്ടന്റ് സെറ്റ് ചെയ്തു, ഫൂട്ടർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിൽ പോയിട്ട് നോക്കാം എന്താ കിട്ടണമെന്ന് നോക്കാം. പോസ്റ്റാണ്, ഈ പോസ്റ്റിൽ എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? ഷോ ആണ്. ഷോ കൊടുത്തു. സേവ് ആയിട്ടില്ല എന്നൊന്ന് നോക്കട്ടെ. അത് നമ്മളിവിടെ മാറ്റിയിട്ടില്ല, അതാണ് ഇതിൽ മാറ്റിയിട്ടില്ല, അതാണ് നമുക്ക് മാറ്റാം. നമ്മൾ പേജിൽ ഷോ ആണ് ഫ്രണ്ടിൽ നോക്കാൻ, ഷോ പേജ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പോർഷൻ അവിടെ നിന്നും നമ്മുടെ ഈ കണ്ടന്റ് മാത്രമേ മാറിയിട്ടുള്ളൂ, ഈ സെന്ററിലുള്ള ഭാഗം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കി ഫൂട്ടറും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് വ്യൂ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാവും നമ്മൾ ഇനി ചെയ്യാനുള്ള അഡ്മിൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഈ അഡ്മിൻ കൺട്രോളർ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ലോഗിൻ കൺട്രോളറും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ പോസ്റ്റ് കൺട്രോളിനെ കോപ്പി ചെയ്തിട്ട് ഞാൻ അഡ്മിൻ ഒരു കൺട്രോൾ ഉണ്ടാക്കി, അഡ്മിൻ CA കൺട്രോളർ, ഇതേപോലെ തന്നെ ഫങ്ഷൻസ് ആകാം. ലോഗിൻ നോക്കിയാൽ ഇതേപോലെ ലോഗിൻ കൺട്രോളർ, അതേപോലെ തന്നെ ഒരു ഇൻഡെക്സ് ഫങ്ഷൻ ഇതിലുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലേഔട്ട് വേണം, അഡ്മിൻ്റെ ലേഔട്ട്. അഡ്മിന് എന്താ വേണ്ട? ഡാഷ്ബോർഡും വേണം, പിന്നെ അതേപോലെ ഒരു ലോഗിൻ പേജ് വേണം, അതേപോലെ തന്നെ അതേപോലെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് ആവശ്യമാണ് അഡ്മിന്. അപ്പോൾ ഇതാണ് ഇത് ഡാഷ്ബോർഡ്, ഇതാണ് ഡാഷ്ബോർഡ്, ഇതൊരു ഡാഷ്ബോർഡ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഈ startbootstrap.com templates SB admin ഇത് കോപ്പി ചെയ്യുക. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിൽ ഫ്രീ ടെംപ്ലേറ്റ് കാണാൻ കഴിയും. അത് ഫ്രീ ഡൗൺലോഡ് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഡൗൺലോഡ് ചെയ്ത് ഞാൻ എൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട് ഡൗൺലോഡ്സ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഡിസ്റ്റ് എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റ് ഫോൾഡർ കാണാൻ പറ്റും. ഈ ഡിസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഇതിൽ ലോഗിൻ പേജ് ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, സ്റ്റാറ്റിക് 2 പേജുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റാക്കി മാറ്റണം. നമ്മൾ അഡ്മിൻ ടെംപ്ലേറ്റാക്കി മാറ്റാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോഗിൻ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ലേ, എന്നിട്ട് വെറുതെ ഡ്രാഗ് ചെയ്തിട്ട് വലിച്ച് ഇതിലിടുക. ലോഗിൻ ഓപ്പണായി. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ലോഗിൻ സ്റ്റാറ്റിക്കാണ്. ഈ പേജാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഇത് കാണുന്നത് വെച്ചാൽ ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ലോക്കലിൽ സ്റ്റാറ്റിക്, അതായത് ഡാഷ്ബോർഡ് ഇതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലോഗിൻ പേജ് എന്താ നോക്കാം. ലോഗിൻ പേജ് ഇതാണ് നമ്മുടെ ലോഗിൻ പേജ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടെംപ്ലേറ്റുകളാണ് ഇനി നമുക്ക് അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ എഡിറ്ററിൽ ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കാം. ആദ്യം അഡ്മിൻ കൺട്രോളർ ഓപ്പൺ ചെയ്യാം. ഞാൻ എന്താ ചെയ്തത്, അഡ്മിനിൽ ഇതേപോലെ തന്നെ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. വ്യൂസിൻ്റെ ഉള്ള അഡ്മിൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, കണ്ടന്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഫൂട്ടർ ക്രിയേറ്റ് ചെയ്തു, ഹെഡർ ക്രിയേറ്റ് ചെയ്തു. ഇത് ലോഗിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിലെന്താ ഈ കണ്ടന്റ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേഔട്ട് static.html എന്നുള്ള ഫയലിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കോപ്പി ഉണ്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എവിടെ നിന്നാണ് കോപ്പി ചെയ്യേണ്ടത്. വെറുതെ ഇൻസ്പെക്ട് ചെയ്താൽ നമുക്കറിയാം എവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇൻസ്പെക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ സൈഡ് ബാറാണ് അല്ലേ. ഇത് ചെയ്യാം. ഇവിടെ ലേഔട്ട്, ഈ ലേഔട്ട് സൈഡ് നാവ് കണ്ടന്റ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൻ, അതേപോലെ ഫൂട്ടർ ഉണ്ട്, മെയിൻ ഉണ്ട്, ഈ കണ്ടെയ്ൻ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടെയ്ൻ ഫ്ലൂയിഡിൽ നോക്കിയാൽ ഒരു H1 ടാഗ് ഉണ്ട്. അത് മുകളിലുള്ള സ്റ്റാറ്റിക് നാവിഗേഷൻ്റെയാണ്. ഈ OL എന്നുള്ളതിൻ്റെ ബ്രെഡ് ക്രംബാണ്. അത് ഡാഷ്ബോർഡ് സ്റ്റാറ്റിക് നാവിഗേഷൻ എന്ന് പറഞ്ഞ് വരുന്നതാണ്. ഇതിന് ബാക്കി താഴെ വരുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതുവരെ, അതായത് ഈ OL എന്നുള്ള ടാഗ് മുകളിലേക്ക് ഫുള്ള് ഹെഡറിലും, അതിന് താഴെ ഈ ഡിവ് കാർഡ് MB4 എന്ന് കാണില്ലേ, അതിൻ്റെ കണ്ടന്റും അത് മുഴുവൻ നമ്മൾ കണ്ടന്റിലും, അത് ക്ലോസ് ആയതിനു ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങൾ ഈ ഡിവ് മുതൽ, അതായത് ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇവിടുന്ന് വരുന്നുണ്ട്. അതായത് ഈ ഡിവ് കാർഡ് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് താഴെ, ബോഡി. ഇതാണ് ഇതിൻ്റെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇതാണ് കാണിക്കുന്നത്. ഇതിന് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഫൂട്ടറിൽ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം ഫൂട്ടറിൽ.
ഇതിന് ശേഷമുള്ളതെല്ലാം ഫൂട്ടറിലേക്കും കോപ്പി ചെയ്യണം. അപ്പം ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ലേഔട്ട് ഡോട്ട് സ്റ്റാറ്റിക് ഡോട്ട് HTML സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ലേഔട്ട് സൈഡ് ബാർ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു, പിന്നെ കണ്ടന്റ് ഫ്ലൂയിഡ് വന്നു, കാർഡ് MB വന്നു, കാർഡ് ബോഡി വന്നു. ഈ കാർഡ് ബോഡി വരെയുള്ള എല്ലാം നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് ഹെഡറിൽ കോപ്പി ചെയ്തിടണം. ഇവിടുന്നെല്ലാം അതെല്ലാം ഞാൻ ഹെഡറിൽ കോപ്പി ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. ഇനി താഴേക്ക് പോവുക. അതിനുശേഷം ഈ കാർഡ് ബോഡി എന്നുള്ളതിന് ഇതിൻ്റെ ശേഷം ഈ പി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റാണ്, പാരഗ്രാഫ് കണ്ടന്റ് ആണ് നമ്മളതിന് കണ്ടന്റ്. ഇത് നമ്മൾ കണ്ടന്റ് പേജിലേക്ക് കോപ്പി ചെയ്യണം. ഇതിന് ശേഷം ബാക്കിയുള്ള ഭാഗമെല്ലാം നമ്മൾ ഫൂട്ടറിലും കോപ്പി ചെയ്യണം. ഇത്ര നമുക്ക് ചെയ്യണം. ഇത് കണ്ടന്റിലും അതിന് ബാക്കിയുള്ള ഭാഗം ഫൂട്ടറിലും. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ ഇതിൽ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ കണ്ടന്റിൽ പോയിട്ട് ഇതെല്ലാം ഹെഡർ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഹെഡറിൽ ഇതിൻ്റെ പാത്ത് കറക്റ്റ് കൊടുക്കണം. നമ്മൾ കൊടുത്തിരിക്കുന്ന അസെറ്റ്സിൽ അഡ്മിൻ ഫോൾഡർ ഉണ്ടാക്കി അതിലാണ് സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബേസ് URL ഈ സെറ്റ് പാത്ത് കൊടുത്തു. അസെറ്റ് അഡ്മിനിൽ all.m.min. അതേപോലെ ഫൂട്ടറിൽ നോക്കുക. ഫൂട്ടറിൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യണം. ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വ്യൂ വരുന്നത് നോക്കണ്ടേ. നമ്മുടെ ഇതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണം നോക്കണ്ടേ. ലോക്കൽ ഹോസ്റ്റ് ഞാൻ എടുത്തു, മൈ ബ്ലോഗ് അഡ്മിൻ എന്ന് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ വ്യൂ കിട്ടും. നമ്മുടെ എല്ലാ പേജുകളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, JS എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഒരു ലോഗിൻ പേജാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. ഇനി ഈ ലേഔട്ടിൽ കാണുന്ന JS-ഉം CS-ഉം ഫയലൊക്കെ എങ്ങനെ നമ്മൾ കോപ്പി ചെയ്യും? CSS ഒക്കെ ഓൾറെഡി CSS നമ്മുടെ ഫോൾഡറിൽ കിട്ടിയിട്ടുണ്ട്. ആ ഡിസ്റ്റ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ അസെറ്റ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നമുക്ക് ഈ ഫയൽ കിട്ടണം, ഈ all.min.js കിട്ടണം. അതിന് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫുള്ള് കോപ്പി ചെയ്യാം. ഇതിൻ്റെ സോഴ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാത്ത് കംപ്ലീറ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഇതിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ലിസ്റ്റ് ആവും. എന്നിട്ട് സേവ് ആസ് എന്ന് കൊടുക്കുക. സേവ് ആസ് കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്തത്, നമ്മുടെ ഓൾറെഡി ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാണ് അപ്പോൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. മൈ ബ്ലോഗിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, അസെറ്റ്സിൻ്റെ ഉള്ളിൽ അഡ്മിൻ്റെ ഉള്ളിൽ JS. ഇത് JS ഫയലാണ്, all.min. കണ്ടില്ല, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സേവ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇനി അടുത്തത് എല്ലാത്തിലും 2-3 ഫയലുകൾ ഉണ്ടായില്ല. ഇത് ഹെഡറിലെ ഫയൽ കിട്ടി കഴിഞ്ഞു. നമുക്കിനി താഴെ വരുന്ന ഫൂട്ടറിൽ ഒരു ഫയലില്ലേ, 2 ഫയലില്ലേ. ഒരെണ്ണം jQuery. ഇതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഈ പേസ്റ്റ് ചെയ്യുക. ഇതെന്തിനാ വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതാകുമ്പോൾ ലോക്കലിൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ലേഔട്ട് കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും നെറ്റിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തു. ഇനി അടുത്ത് നോക്കാനുള്ളത് 3ാമത്തെ ഫയലാണ്. ഇതേപോലെ തന്നെ കോപ്പി ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഫയലുകളും കറക്റ്റായിട്ട് എല്ലാ JS-ഉം അതിൻ്റെ CS-ഉം ഫയലൊക്കെ പാത്ത് കറക്റ്റായിട്ട് ലോക്കലിൽ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ലോഗിനാണ്. ഇതേപോലെ തന്നെ ലോഗിൻ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ലോഗിൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോഗിന് വേണ്ടി നമ്മളൊരു ക്ലോസ് ചെയ്യാം. login.html എന്നുള്ള ഫയൽ എടുത്തു. ഇതിലൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്താ വെച്ചാൽ ലോഗിൻ ഒറ്റ പേജല്ലേ, അപ്പോൾ ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്യാം. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് കോപ്പി ചെയ്തെടുക്കാം. കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് login.php എന്നുള്ള അതിൽ ഞാൻ അഡ്മിനിൽ ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ലോഗിൻ പേജിന് വേണ്ടി കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ലോഗിൻ കൺട്രോളറിൽ പോയിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം. ലോഗിൻ കൺട്രോളറിൽ പോവുക. എന്നിട്ട് നമ്മൾ ലോഗിൻ എന്നുള്ള പേജിനെ വിളിക്കാം. ഇൻഡെക്സിൽ ലോഗിൻ എന്നുള്ള പേജിനെ കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ടു. എന്നിട്ട് ഇത് പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. style.css, all.min.js. അതേപോലെ തന്നെ താഴെ പോയി നോക്കിയാൽ ബാക്കി എല്ലാ ഫയലുകളും. അപ്പോൾ ഇതെല്ലാം ചെയ്യുമാണ് നമുക്ക് വന്നിരിക്കണം. നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് ലോഗിന് വേണ്ടി ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ലേഔട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഈ layout.static പേജിൽ സൈഡ് ബാർ ഉണ്ട്. അപ്പോൾ അതെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇതിന് വേണ്ടി ചെയ്തത്. ഒറ്റ പേജാക്കി ചെയ്തത്. നമുക്കിന് ഒരു പേജ് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ബാറിന് നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ലോഗിൻ പേജിൽ ഹെഡറും ഫൂട്ടറും വെച്ച് വിളിക്കാൻ. അതായത് ലോഗിൻ കൺട്രോളിൽ ഇതേപോലെ തന്നെ ഒരു ഹെഡർ ചെയ്യാം, ഒരു ഫൂട്ടർ ചെയ്യാം. താഴെ നമ്മൾ അഡ്മിൻ ചെയ്തപോലെ ഹെഡറും ഫൂട്ടർ, ഈ സെയിം ഹെഡറും ഫൂട്ടറും കൊടുക്കാം. എന്നിട്ട് ലോഗിൻ പേജിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള മാത്രം കണ്ടന്റ് മാത്രം നമുക്ക് ചെയ്തിടാം. പക്ഷെ അതിലൊരു ലേഔട്ട്, ഈ ലേഔട്ട് നമ്മൾ ഹെഡറിൽ സൈഡ് ബാറും കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിപ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം.
നമ്മളിവിടെ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ ഞാനിതുപോലെ ലോഗിൻ പേജ് എന്ന് പറഞ്ഞല്ലോ, ലോഗിൻ വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതിൽ ലോഗിന് പകരം ഞാനിവിടെ ലോഗിൻ വ്യൂ എന്ന് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം, ലോഗിൻ വ്യൂ. ഇതിൽ ഇതേപോലെ തന്നെ നമുക്ക് ഹെഡറും ഫൂട്ടറിനെയും കോൾ ചെയ്യാം. അഡ്മിൻ ഹെഡറിനെ അഡ്മിൻ ഫൂട്ടറിനെയും കോൾ ചെയ്യാം. ഇത് ഹെഡർ ഫൂട്ടർ രണ്ടിനും കോൾ ചെയ്തു. ഇനി നോക്കൂ, ഈ ലോഗിൻ വ്യൂ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഞാൻ ലോഗിൻ വ്യൂ പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ ന്യൂ ഫയൽ ലോഗിൻ വ്യൂ .php. നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ട് അതിൽ മാത്രം കംപ്ലീറ്റ് കോപ്പി ചെയ്തു, പേജ് കംപ്ലീറ്റ് കോപ്പി ചെയ്തു സംശയം ഉണ്ടാവും. കാരണം ഇതിൽ ഫൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതിലുണ്ട്. ഇല്ല, അപ്പം നമുക്ക് ഇതിൽ കണ്ടെയ്നർ ഇത് മാത്രം പോരെയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇതുകൊണ്ട് ഇത്ര മാത്രം കോപ്പി ചെയ്തിട്ടാൽ പോരെ, കണ്ടെയ്നർ എന്ന് വരുന്ന ആ ഭാഗം ലോഗിൻ്റെ മാത്രം ചെയ്താൽ പോരെയെന്ന് സംശയം വരും. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ടാണ് ലോഗിൻ വ്യൂവിൽ. സംശയം നമുക്ക് നോക്കാം, എന്താ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഈ കൺട്രോൾ നമ്മുടെ ഇതിൽ പോയിട്ട് ലോഗിൻ എടുക്കണം. ലോഗിൻ എടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടും. പക്ഷെ നമ്മൾ ലോഗിനിൽ വേറൊരു ലോഗിൻ വ്യൂ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോഗിൻ വ്യൂ. ഇതിനെയാണ് നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത് അവിടെ. ഇപ്പോൾ ലോഗിൻ കൺട്രോളിന് വിളിച്ചു, ലോഗിൻ വ്യൂ കണ്ടില്ല. ആ ലോഗിൻ ഇപ്പോൾ ഈ മെയിൻ ഹെഡറിൻ്റെ സൈഡ് ബാറും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ പേജിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തത്. ഈ ഇതൊന്നും ഇങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടാൻ പാടില്ല. ഡാഷ്ബോർഡ് വ്യൂ ആവണമെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഡാഷ്ബോർഡ് യൂസർക്ക് കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ സെപ്പറേറ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, എല്ലാ ഫയലും കോപ്പി ചെയ്തു, കംപ്ലീറ്റ് login.html ഫയൽ കംപ്ലീറ്റ് കോപ്പി ചെയ്തു, ലോഗിൻ പേജ് അതിൽ പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഗിൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് കറക്റ്റായിട്ട് ലോഗിൻ പേജാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഓരോ വ്യൂവും സെറ്റ് ചെയ്ത് ഇത്രയുള്ളൂ. ലോഗിന് വേണ്ടി വരും ചെയ്തു, അഡ്മിന് വേണ്ടി ചെയ്തു. ഇനി നമുക്ക് അടുത്തതിൽ ഇതിൻ്റെ നമുക്കൊരു ഡാറ്റാബേസ് വേണം. ഡാറ്റാബേസ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റണം യൂസറെ ക്രിയേറ്റ് ചെയ്യണം, യൂസർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുമ്പോൾ ചെയ്ത് നോക്കാം. നന്ദി, നമസ്കാരം.